PVN ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, നാളെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 10,000-ഓളം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് ഭയന്ന് UDF-ൽ നിന്നും LDF-ലേക്ക് എം സ്വരാജിന് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ പഠിച്ചയാളാണ് PV അൻവർ. PV അൻവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് PV അൻവറിൻ്റെ ഫീൽഡ് സ്റ്റഡിയിൽ നിന്ന് PV അൻവറിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അതിനൊരു എക്സിറ്റ് പോളിൻ്റെ സ്വഭാവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ സാമ്പിളിങ്ങോ അതിൻ്റെ രീതിയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ PV അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി, എന്താണ് PV അൻവർ ആദ്യം പറഞ്ഞത്? PV അൻവർ ആദ്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിണറായി ആയിരിക്കും താൻ വിജയിച്ചില്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും താൻ പരാജയപ്പെട്ടാലും വിജയിക്കുക എന്ന് പറയുമ്പോൾ, ഇനി താൻ വിജയിച്ചാൽ പോലും രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കും എന്ന് പറയുമ്പോൾ ആ നിലപാടിൽ നിന്ന് PV അൻവർ മാറുന്നു. പകരം അവിടേക്ക് ആരെ കൊണ്ടുവരുന്നു? അവിടെ സ്വരാജിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അവിടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസം PV അൻവർ പറയുമ്പോഴും 10,000 വോട്ട് UDF ക്യാമ്പിൽ നിന്ന് സ്വരാജിലേക്ക് ചോർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നതിനെ തടസ്സമായി നിൽക്കുന്ന, ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കരുതെന്ന് കരുതുന്നവരുടെ വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ UDF ക്യാമ്പിൽ നിന്നുള്ള വോട്ടുകളാണ്. അതായത് ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട വിരുദ്ധ വികാരങ്ങളാണ്. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം. രണ്ട്, പിണറായി വിരുദ്ധ വികാരം അഥവാ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന രണ്ടും. ഇത് രണ്ടും ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.